എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിന് പിന്നാലെ കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അനുനയ ശ്രമങ്ങൾക്കിടെയാണ് കെ സുധാകരന്റെ വാർത്താ സമ്മേളനം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പ്രതിഷേധം പുകയുകയാണ്. കെ സുധാകരനെ അനുകൂലിച്ച് കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വന്നേക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, എല്ലാ കണ്ണുകളും കെ സുധാകരനിലേക്കാണ്. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും പറഞ്ഞില്ല സുധാകരൻ, പക്ഷേ ഉള്ളു പുകയുന്നു. ഇന്നലെയും അനുനയ ശ്രമങ്ങൾ പല നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കം നേരിട്ട് കണ്ടെത്തി അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. അതിനൊന്നും വഴങ്ങുന്നില്ല. ഇന്ന് എന്ത് പറയുമെന്ന് കെ സുധാകരൻ എന്നത് ഒരു വശത്ത് ആകാംക്ഷയാണ്. ഒപ്പം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതിലുള്ള ചർച്ചകൾ. മോർണിംഗ് ഗൂഗിൾ ദിൽന. ഈ കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് ഈ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ നയം നടപ്പാക്കുന്ന ഒരു പട്ടികയാണ്. ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അദ്ദേഹം ഈ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ തന്റെ ആവശ്യം പരിഗണിക്കാത്ത ഹൈക്കമാൻഡിന്റെ നിലപാടിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് അദ്ദേഹം പലതവണ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടമാക്കിയതുമാണ്. പരസ്യമായി അദ്ദേഹം എന്നാൽ ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം നടക്കുന്നതിനിടെ മാധ്യമങ്ങളെ കാണുകയോ വാർത്താ സമ്മേളനം നടത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് കൃത്യമായി തന്നെ അദ്ദേഹം പ്രവൃത്തിയിലൂടെ ബോധിപ്പിച്ചിരുന്നു ഹൈക്കമാൻഡിനെയും മാധ്യമങ്ങളെയും എല്ലാം തന്നെ. അത് അവസാനിപ്പിച്ചുകൊണ്ടാണ് പരസ്യമായുള്ള ഒരു പ്രതികരണത്തിനായി കെ സുധാകരൻ ഇന്ന് തയ്യാറെടുക്കുന്നത്. അദ്ദേഹം തന്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കണ്ണൂരിൽ മത്സരിക്കാനുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് അദ്ദേഹം വഴങ്ങുകയാണോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് കെ സുധാകരന്റേത്. സംസ്ഥാനത്ത് മുഴുവൻ സ്വാധീനമുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ കെ സുധാകരൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ട് അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇന്ന് വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാകും. അതേസമയം കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം രാത്രി നടന്നിരുന്നു. ഈ ഒരു ചർച്ചകളുടെ ഫലമായി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് ഇന്ന് തന്നെ പുറത്തു വന്നേക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് പ്രഖ്യാപിക്കാൻ അല്പം വൈകിയത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതുപോലെ 24 മണിക്കൂറിനകം പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നതും, ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾ എല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ ജില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.